സുവിശേഷകനായ D.L. മോഡി ഇങ്ങനെ പറഞ്ഞു, ഐ പ്രേഡ് ഫോർ ഫെയ്ത്ത് ആൻഡ് തോട്ട് ഇറ്റ് വുഡ് സ്ട്രൈക്ക് മീ ലൈക്ക് ലൈറ്റ്നിങ്, ബട്ട് ഫെയ്ത്ത് ഡിഡ് നോട്ട് കം. ഞാൻ വിശ്വാസത്തിനായി പ്രാർത്ഥിച്ചു, അത് മിന്നൽ പോലെ എൻ്റെ മേൽ വരുമെന്ന് ഞാൻ കരുതി, പക്ഷെ വിശ്വാസം വന്നില്ല. One day I read Romans chapter 10 verse 17. Now faith comes by hearing and hearing by the word of God. ആകയാൽ വിശ്വാസം കേൾവിയാലും കേൾവി ദൈവവചനത്താലും വരുന്നു എന്ന വേദഭാഗം ഒരു ദിവസം വായിക്കുകയുണ്ടായി. I now began to study my Bible and faith has been growing ever since. ഞാനിപ്പോൾ ബൈബിൾ പഠിക്കാൻ തുടങ്ങി. അന്നു മുതൽ വിശ്വാസം എന്നിൽ വളർന്നുകൊണ്ടിരിക്കുന്നു. നിങ്ങൾ വിശ്വസിക്കൂ വിശ്വസിക്കൂ എന്ന് നമ്മോട് 100 വട്ടം ആരൊക്കെ പറഞ്ഞാലും, ആരെല്ലാം നമ്മുടെ തലയിൽ കൈവച്ച് പ്രാർത്ഥിച്ചാലും വിശ്വാസമൊന്നും അത്ര പെട്ടെന്ന് ലഭിക്കുകയില്ല. വിശ്വാസം നമ്മിൽ ഉരുവാകണമെങ്കിലും അത് നമ്മിൽ വളരണമെങ്കിലും ദൈവവചനം വായിക്കുകയും കേൾക്കുകയും വേണം. നാം അത് നിരന്തരമായി ചെയ്യുമ്പോൾ ഓരോ ദിവസവും വിശ്വാസം നമ്മിൽ വളർന്നുകൊണ്ടിരിക്കും. എത്രത്തോളം നാം വചനം കേൾക്കുന്നുവോ അത്രത്തോളം വിശ്വാസത്തിൻ്റെ വളർച്ച നമ്മിലുണ്ടാകും എന്ന് സാരം. ആർക്കെങ്കിലും ദൈവവചനം വായിക്കാതെയോ കേൾക്കാതെയോ വിശ്വാസമുണ്ടായെന്ന് പറഞ്ഞാൽ ആ വിശ്വാസം ദൈവത്തിൽ നിന്നുള്ളതായിരിക്കുകയില്ല. അങ്ങനെയെങ്കിൽ നമ്മിലെ വിശ്വാസത്തിൻ്റെ ആധാരം ദൈവവചനം തന്നെയായിരിക്കണം. അല്ലാതെ എന്തെങ്കിലും ഇളക്കപ്പെരുപ്പത്തിലോ വികാരവിക്ഷോഭത്തിലോ ഉണ്ടാകുന്നതല്ല ക്രിസ്തീയ വിശ്വാസം. ദൈവശ്വാസീയമായ തിരുവചനത്തിൽ നാം ആഴമായി വേരൂന്നുമ്പോൾ വിശ്വാസത്തിൽ നാം ഉറപ്പുള്ളവരും ശക്തരായവരുമായി തീരുന്നു. വിശ്വാസം എന്നതിൻ്റെ ഗ്രീക്ക് പദം പിസ്തിസ് എന്നാണ്. അതിനർത്ഥം കോൺഫിഡൻസ് ഇൻ സംവൺ ഓർ സംതിങ്, ഒരാളിലോ മറ്റെന്തെങ്കിലുമോ ഉള്ള ആത്മവിശ്വാസം എന്നാണ്. വിശ്വസിക്കുവാൻ കൊള്ളാവുന്ന ഒരു വ്യക്തിയെ തിരുവചനം നമ്മെ പഠിപ്പിക്കുന്നു. അത് മറ്റാരുമല്ല, വിശ്വാസത്തിൻ്റെ നായകനും പൂർത്തി വരുത്തുന്നവനുമായ യേശു കർത്താവാണ്. അങ്ങനെ വരുമ്പോൾ ക്രിസ്തീയ വിശ്വാസം സമം യേശു ക്രിസ്തു എന്നാകുന്നു. യേശു ക്രിസ്തുവിൽ നാം വിശ്വസിക്കുന്നതോടെ കർത്താവ് തിരുവചനത്തിലൂടെ നമ്മോട് അരുളി ചെയ്ത അവിടുത്തെ വാഗ്ദത്തങ്ങളിലും നാം വിശ്വസിക്കുവാനിടയാകുന്നു. യേശു കർത്താവിലുണ്ടായിരുന്ന അടിയുറച്ച വിശ്വാസം നിമിത്തമായിരുന്നു പൗലോസ് അപ്പോസ്തലൻ ഇങ്ങനെ വിളിച്ചു പറഞ്ഞത്, ഞാൻ ആരെ വിശ്വസിച്ചിരിക്കുന്നു എന്ന് ഞാൻ അറിയുന്നു. നമുക്കിന്ന് ഇങ്ങനെ പ്രാർത്ഥിക്കാം. കർത്താവേ, ക്രിസ്തീയ വിശ്വാസത്തിൻ്റെ ആധാരം ദൈവവചനവും ആ വചനം വെളിപ്പെടുത്തിയിട്ടുള്ള യേശു കർത്താവുമാണെന്ന് ഞാൻ അറിയുന്നു. ഈ ദൈവവചനം കൂടുതൽ വായിക്കാനും കേൾക്കാനും അതിലൂടെ എന്നിലെ വിശ്വാസം വളരുവാനും അങ്ങ് സഹായിക്കണമേ. ആമേൻ. ഹാവ് എ ബ്ലെസ്സഡ് ഡേ.